Hello all, our next unit is social, ethical and legal aspects relating to information system. So information system, internet, web എന്ന് പറയുന്നത് എല്ലാവരും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് റാപ്പിഡ് ഗ്രോത്ത് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഈ ഇൻ്റർനെറ്റ്, വെബ്, ഇൻഫർമേഷൻ സിസ്റ്റത്തിനുള്ളതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഫർമേഷൻ സിസ്റ്റം വെബ് യൂസൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു കോഡ് ഓഫ് എത്തിക്സ്, മോറൽ നമ്മൾ അപ്ലൈ ചെയ്യണം. സോ അതുപോലെ തന്നെ ഇതിന് ഒരുപാട് നെഗറ്റീവ് ആസ്പെക്റ്റുകളുമുണ്ട്. നമുക്ക് അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ കുറേ നെഗറ്റീവ് ആസ്പെക്റ്റുകളുമുണ്ട്. And also there are some issues relating to the moral, ethics and privacy of information system. So ഈ ടോപ്പിക്ക് കവർ ചെയ്യുന്നത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട എത്തിക്സ്, മോറൽസ്, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ എന്താണ് സൊസൈറ്റി ഇൻഫർമേഷൻ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് അത് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ട് നമ്മുടെ ഈ എക്കണോമിക് ഗ്രോത്തിനെ വരെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ഹെൽപ്ഫുൾ ആകുന്ന ഒരു പാർട്ടാണ് അവർക്കുള്ളത്. സോ അതിനനുസരിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ് സ്റ്റേജിലോട്ട് വരുമ്പോഴുള്ള സ്ട്രാറ്റജീസ് സെക്ടർ ടു സെക്ടർ അല്ലെങ്കിൽ കൺട്രി ടു കൺട്രി ഡിഫറെൻ്റ് ആണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയും? അതായത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂടുതൽ എബിലിറ്റിയോട് കൂടി ചെയ്ത് തീർക്കാനും, എന്തെങ്കിലും പ്രോബ്ലംസോ കൺസ്ട്രെയിൻസോ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനും, അതുവഴി നമ്മുടെ കൺട്രീനെ തന്നെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ കൊണ്ടുവരാനും, ഗ്ലോബൽ എക്കണോമിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനുമൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്റ്റേജ് കൊണ്ട് യൂസ്ഫുൾ ആകുന്നുണ്ട്. സോ information technology, which has been applied to 4 major categories of activities. First one is governance, second one is growth and supply or distribution of goods and services, then adding value to existing services and the creation of new product and services. സോ ഈ ഏരിയയിലെല്ലാം ഗവേണൻസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, സപ്ലൈ ചെയ്യാൻ, എക്സിസ്റ്റിംഗ് സർവീസസ്, അതായത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ, പുതിയ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജി നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആകുന്നുണ്ട്. സോ ഈ ഓരോ ആക്ടിവിറ്റി ബെനിഫിഷ്യൽ അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കൺസ്ട്രെയിൻസും അവിടെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി എക്സിസ്റ്റിംഗ് ബാരിയേഴ്സിനെയൊക്കെ ഓവർകം ചെയ്ത് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുമ്പോൾ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഈ ബാരിയേഴ്സ് എന്ന് പറയുന്നത് മേ ബി ഹൈ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആകാം, ഇൻഎഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ ആകാം, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സപ്ലൈ ഒക്കെ മോശമാകാം. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റുകളിൽ ചിലപ്പം നമുക്കറിയാം കൂടുതലായിട്ട് നല്ല രീതിയിലല്ല അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, എന്തെങ്കിലും ഫെയിലേഴ്സ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ കൺട്രിയെ തന്നെ നല്ല രീതിയിൽ ആ ഒരു എക്കണോമിക് ഗ്രോത്തിൽ നിന്നും പിൻവാങ്ങി നിർത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ നൗവേഡേയ്സ് ബിസിനസ് ടു ബിസിനസ് കൊളാബറേഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസ് എല്ലാം തന്നെ ത്രൂ ഇൻ്റർനെറ്റ് വഴിയാണ് നടത്തപ്പെടുകയും ചെയ്യുന്നത്. സോ ഇൻഫർമേഷൻ ടെക്നോളജി ഇല്ലാതെ അല്ലെങ്കിൽ ടെക്നോളജീസ് ഇല്ലാതെ നമുക്കിപ്പം നമ്മുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ചുറ്റിനും ഇപ്പോൾ എന്തൊരു ആക്ടിവിറ്റി ആണെങ്കിലും നമുക്ക് അത് ഈ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈവൻ ഗവൺമെൻറ് സർവീസസ് പോലും പല രീതിയിലും നമ്മുടെ ഇവിടെ നടക്കുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ലൈക്ക് ഇപ്പം പോസ്റ്റൽ സർവീസ് ആകട്ടെ, ഇലക്ട്രിസിറ്റി, ഫോൺ ലൈൻ എല്ലാം ഇപ്പം ഇ കൊമേഴ്സ് ട്രാൻസാക്ഷനാണ്. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പക്ഷെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇപ്പോൾ ഈ കോവിഡിൻ്റെ സിറ്റുവേഷനിൽ പോലും നമ്മൾ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻസിനെ അപ്ഡേറ്റ് ചെയ്ത്
എന്തിനു വേണ്ടിയിട്ടാണ്? ഇംപ്രൂവിങ് ദ ക്വാളിറ്റി. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ഐഡൻറ്റിഫൈ ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എക്കണോമിക് ഗ്രോത്തിനെ മാത്രമായിരിക്കണം. അതുപോലെ ലീഗൽ റൂൾസിനെ, എല്ലാ സെക്ടേഴ്സിലുമുള്ള ലീഗൽ റൂൾസിനെ ഫോളോ ചെയ്തായിരിക്കണം ഈ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഏജ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ഒക്കെ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു പരിധി വരെ ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമെങ്കിലും ഹെൽപ്ഫുൾ ആകുന്ന ഒരു കോൺസെപ്റ്റാണ്. So there are 5 moral dimensions. Information right, second one is property right, third one is accountability, liability and control, fourth one is system equality, and the last one is quality of life. What do you mean by information right? Information right means with respect to privacy and freedom in an information society, there have been some attempts to regulate the collection and use of information about individuals, like there should be no personal record system whose existence is secret. Individuals have right to inspect, review and amendment to system. Managers of system are responsible and can be held accountable and liable for the damages done by system. Government have the right to intervene in the information relationship among private parties. So there are so many principles of fair information practices, or the information rights are framed by the government. So many of take our privacy and freedom for granted. It needs to be noted that the technology is changing and challenging our basic assumptions about these issues. For example, ഇപ്പോൾ ഒരു വീഡിയോ റെൻഡർ റെക്കോർഡ്സുകളൊക്കെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ മിസ്യൂസ്, പ്രൈയിങ്. സോ ആ രീതിയിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ ആണെങ്കിൽ പോലും ഏറ്റവും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു റെക്കോർഡുകളാണെങ്കിൽ പോലും ഏറ്റവും പ്രൈവസിയോട് കൂടിയായിരിക്കും അത്, അത്രയും സീക്രസി ക്രിയേറ്റ് ചെയ്തായിരിക്കും അവരതിനെ സ്റ്റോർ ചെയ്തിരുന്നുണ്ടാകുക. സോ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അയാൾക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ്, അതിനെ ആക്സസ് ചെയ്യാനുള്ള, റിവ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ പ്രൈവസി ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് പല രീതിയിലുള്ള ബാരിയേഴ്സിൽ നിന്നും ഓവർകം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. Next is a term called spamming, which means unsolicited emails. Internet service providers ISP പ്രകാരം നടക്കാവുന്ന ചില അൺഫെയർ പ്രാക്ടീസാണ് ഈ സ്പാമിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് തൗസൻഡ്സ് ഓഫ് ഇമെയിൽസ് ആണ് നമ്മളുടെ മെയിലിനകത്ത് ഉണ്ടായിരിക്കുക. സോ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില രീതിയിലുള്ള മെയിലുകൾ നമുക്ക് വരാറുണ്ട്. സോ നമ്മളത് സ്പാം ചെയ്ത് ഇടാറുമുണ്ട്. പക്ഷേ സ്പാമേഴ്സ് ആർഗ്യൂ ചെയ്യുന്നത് ദേ ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ടു സ്പീച്ച്. അവർ അങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞാൽ പോലും ആവശ്യമില്ലാത്ത രീതിയിൽ വരുന്ന മെയിലുകൾ എന്ന് പറയുന്നത് ഒരു അൺഫെയർ പ്രാക്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ ചലഞ്ച് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. നെക്സ്റ്റ് വൺ ഈസ് property rights, like intellectual property. Intellectual property issues have been around for hundreds of years. Some of the law and policies in place to settle disputes about copyright, patents, trade secrets have to be rewritten to apply to the internet. അതായത് നമ്മളുടെ ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ലോഗോ ക്രിയേഷൻ ആണെങ്കിൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു പർട്ടിക്കുലർ കോൺട്രിബ്യൂഷൻ അത് കോപ്പിറൈറ്റും പേറ്റൻസും ട്രേഡ് സീക്രട്ടുമായിട്ട് ഈ ട്രേഡ് മാർക്ക് ചെയ്ത് സൂക്ഷിക്കാനുള്ള ലോയുടെ സപ്പോർട്ട്, റെഗുലേഷൻ്റെ സപ്പോർട്ടാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ദേ ഹാവ് ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട്സ് ലൈക്ക് കോപ്പിറൈറ്റ് ക്രിയേറ്റ് ചെയ്തും പേറ്റൻറ്റ് ക്രിയേറ്റ് ചെയ്തും ഇൻ്റർനെറ്റ് വഴി അവരുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു എക്സാക്റ്റ് കോപ്പി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ചെയ്തു വെക്കുന്നത്. സോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഈസ് കൺസിഡേർഡ് ആസ് ദ ബ്രെയിൻ പവർ
കോപ്പിറൈറ്റ് ലോയും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ അത് ഒരു രീതിയിലും ഇൻ്റർനെറ്റിൽ കൂടെ വയലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. അതിനനുസരിച്ചുള്ള ഫൈൻ ഈടാക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം അത് വയലേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ശിക്ഷാ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് accountability, liability and control. സോ നമുക്കറിയാം ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞ് US ഒരുപാട് നിയമങ്ങളുണ്ട്. അതായത് ഇൻ്റർനെറ്റ് വഴി ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് കീപ്പ് ചെയ്യേണ്ട കുറച്ച് ലയബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ പോകേണ്ട അവരുടെ ആക്ടിവിറ്റീസാണ്. അതും പോവേണ്ടത് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന് പറയുന്ന ലോ ഫോളോ ചെയ്ത് മാത്രമാണ് ഇവരുടെ ഓരോ ആക്ടിവിറ്റീസും ത്രൂ ഔട്ട് ഇൻ്റർനെറ്റിൽ കൂടി അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ Government of India also passed the Act, IT Act 2000. So we are referring that each and every activities of organization, companies or any virtual companies should follow the internet law of our government. Next is system quality. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു കമ്പനി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി ആണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ഇൻഫർമേഷൻസ് അറിയാതെ അത് വേറൊരാൾ അത് ഫോൾട്ടി ആയിട്ട് യൂസ് ചെയ്തുവെങ്കിൽ ആരുടെ ആയിരിക്കും ആ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്? കസ്റ്റമറിൻ്റെ ആണോ ആ ഒരു ഏജൻസിയുടെ ആണോ? ഓഫ് കോഴ്സ് ഏജൻസിയുടെ. സോ കാരണം അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഏജൻസിയാണ്. സോ അവർ റെസ്പോൺസിബിൾ ആണ് ഈ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ റെക്കോർഡിങ്സ് പുറത്ത് പോവാതിരിക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ കീപ്പ് എ സിസ്റ്റം ക്വാളിറ്റി. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ചിപ്പ് അവർ ക്രിയേറ്റ് ചെയ്തു ബ്രേക്ക് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ എനി കേസ് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഫെയിലർ ഉണ്ടായി, ഈ പ്രോപ്പറായിട്ട് ഈ ചിപ്പ് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുവഴി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ ആർക്കാണത്? റാഷ് ഡ്രൈവിംഗ് ചെയ്ത ഡ്രൈവർക്കാണോ അതോ ഇത് ചിപ്പ് ക്രിയേറ്റ് ചെയ്ത കമ്പനിക്കാണോ പ്രോബ്ലം വരിക? സോ നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എനി സോഫ്റ്റ്വെയറോ എന്തുവാകട്ടെ, അത് പ്രോപ്പർ വേയിലാണ് അല്ല എന്നുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റിയിലോ അല്ല ചെയ്തിരിക്കുന്നതെങ്കിൽ, അതിൻ്റെ യൂസേജ് വഴി എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അഫക്റ്റ് ദി ബിസിനസ് ആൻഡ് ദി കോർപ്പറേഷൻസ്. നെക്സ്റ്റ് ഈസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഓൺലൈൻ ടെക്നോളജി വെച്ച് പറയുന്നത്. ലൈക്ക് ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് നഷ്ടപ്പെടുകയാണ് ഈ ടെക്നോളജീസ് വരുന്നതോടുകൂടി. പിന്നെ കുട്ടികൾ കൂടുതൽ നേരം അവരുടെ നോർമൽ സ്കിൽസൊന്നും ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, അവർ ഫുൾ ടൈം കമ്പ്യൂട്ടറിൻ്റെ മുൻപിലാണ്. ഓൺലൈൻ ലവ് അഫെയേഴ്സ് ലൈഫുകളെ നശിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് ചിലർക്ക് കമ്പ്യൂട്ടർ കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്ത ഓഫീസുകളിൽ അവരുടെ ജോബ് നഷ്ടപ്പെടുന്നു. അങ്ങനെ ബിക്കോസ് ഓഫ് ടെക്നോളജി ദർ ആർ ലോട്ട് ഓഫ് ഇഷ്യൂസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ പോലും അതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ലൈഫ് ഓഫ് എവ്രി ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സ്റ്റേജാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. പക്ഷെ അത് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും, അത് പ്രോപ്പർ വേയിൽ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. സോ കംപ്ലീറ്റ്ലി ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി ടെക്നോളജി ബോൺ ചെയ്തതാണെങ്കിൽ പോലും അതിന് ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ടും പ്രോപ്പർ വേയിൽ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് സ്ട്രേഞ്ച് ടൗണിലൊക്കെ നമുക്ക് പെട്ടെന്ന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഏതെങ്കിലും രീതിയിൽ കുട്ടികൾ കാറിൽ പോകുന്ന കുട്ടികൾക്ക് ചൈൽഡ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ, അങ്ങനെ ഇഷ്ടം പോലെ രീതിയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. സോ നമ്മൾ അതിൻ്റെ എല്ലാ വശവും, മോശവശവും നല്ല വശങ്ങളും ചിന്തിച്ച് നമ്മുടെ റെഗുലേഷൻസും ഫോളോ ചെയ്ത് ഏറ്റവും നല്ല
പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇൻഫർമേഷൻ ടെക്നോളജീസ് യൂസ് ചെയ്യുക. സോ ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട കാര്യമാണ് കമ്പ്യൂട്ടർ ക്രൈംസ്. So computer crime is one area that has been extremely hard for our society and our government to keep up with. Many laws have to be rewritten and many new laws must be implemented to accommodate the changes. So computer crime and abuse extends to any wrongdoing involving equipment and internet usage. ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫോൾട്ട് ആകുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് കമ്പ്യൂട്ടർ ക്രൈം ആൻഡ് അബ്യൂസ്. സോ സൊസൈറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് പീപ്പിളിനെ ട്രാക്ക് ചെയ്യുക, അവരെയൊക്കെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സോ that is called computer crimes and abuses. There are so many internet crime and abuses like hacking problem, jamming problem, malicious software, sniffing, spoofing, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഇൻ്റർനെറ്റ് ക്രൈം ആൻഡ് അബ്യൂസസ് ഉണ്ട്. എന്താണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്? So there are so many internet crime abuses. So the first problem is hacking. Hacking means exploit weaknesses in the website security to obtain access to proprietary data such as customer information and password. ഇല്ലീഗലായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ അവർക്കിടെ സെക്യൂർഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ നമ്മൾ കൈവശപ്പെടുത്തുന്നതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ജാമിങ്? Jammers use software routine to tie up the computers hosting a website so that legitimate visitors cannot access the site. വേറൊരാൾ യൂസ് ചെയ്യുന്നതിനെ ഇതിലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് പിന്നീട് അയാൾക്കത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി വെക്കുക. Malicious software means cyber vandals use data flowing through the internet to transmit computer virus which can disable computers they infect. പല രീതിയിലുള്ള വൈറസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിലും മാലിഫിയസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ത്രൂ ഇൻ്റർനെറ്റ് വഴി നമുക്ക് പലപ്പോഴും അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കമ്പ്യൂട്ടർ വൈറസുകളൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുന്നതാണ് ഈ മാലിഫിയസ് സോഫ്റ്റ്വെയർ വഴി ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്. വാട്ട് അബൌട്ട് സ്നിഫിംഗ്? അതായത് ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ATM മിക്ക ഫിലിംസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ATMൻ്റെ ഫ്രണ്ടിൽ ഒരു കാറി നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ട്രാക്കിംഗ് നെറ്റ്വർക്ക് മെഷീൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അവർ അടിക്കുന്ന പാസ്വേഡും എല്ലാം അവർ ക്യാപ്ചർ ചെയ്യുന്നത്. ആ രീതിയിൽ അവരുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ അക്വയർ ചെയ്യുന്നതാണ് സ്നിഫിംഗ് എന്ന് പറയുന്നത്. സ്പൂഫിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോഡ്ലൻ്റ് ആക്ടിവിറ്റിയാണ് അവർ ചെയ്യുന്നത്. ലൈക്ക് ഒരു ഓർഗനൈസേഷൻ കറക്റ്റായിട്ടുള്ള ഓർഗനൈസേഷൻ ആയിരിക്കില്ല. സോ എക്സാക്റ്റ് ആ ഓർഗനൈസേഷൻ്റെ കട്ട് കോപ്പി പേസ്റ്റ് പോലെ ഫോൾസ് റെപ്രസെൻറ്റേഷൻ കാണിച്ച് വെബ്സൈറ്റിൽ അവർ ഒരെണ്ണം തുടങ്ങി വെക്കുകയും അതുവഴി കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻസൊക്കെ ചോർത്തി പല രീതിയിലുള്ള അൺലീഗലായിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നതാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടെക്നോളജിക്കൽ ട്രെൻഡ്സ് ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്. So new computer technologies for gathering, storing, manipulating and communicating data are revolutionizing the use and spread of information. Along the way, they are also creating ethical controversies. The speed and efficiency of electronic information system, which include local and global internet databases and programs for processing information, force people to confront entirely new rise and responsibilities in their use of information and to reconsider standards of conduct shaped before the advent of computers. അതായത് ഒരു ടെക്നോളജി
ഇവിടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടുള്ള ടെക്നോളജി പ്രോഗ്രസ്സിന് അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ പോലും അതിൽ കുറച്ച് ഇഷ്യൂസ് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലൈക്ക് ഇപ്പം മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആൻഡ് ട്രാക്കിംഗ്, അത് നമുക്ക് ഒരു പരിധിവരെ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ യൂസ് ചെയ്ത് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ട്രാക്ക് ചെയ്യാനായിട്ട് ഇപ്പം ഇതിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പല രീതിയിലുള്ള അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നു. ഒരു എത്തിക്കലായിട്ടുള്ള രീതിയിലായിരിക്കില്ല ആ കാര്യങ്ങളെ യൂസ് ചെയ്യുക. സോ ദ വെരി ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ ഇൻഫർമേഷൻ സിസ്റ്റം മീൻസ് കൺസിഡർ ദ ഇൻഫർമേഷൻ ഇസ് എ സോഴ്സ് ഓഫ് പവർ. So the key to prosperity among these with access to it, and also the development information system which should involve the social and political relationship. Then only we can create a ethical consideration using the information. So electronic system now extend into a level of into all level of government, workplace, or any other private organizations, which is used by a lot of people for different ways. So new ethical and legal decisions is necessary to balance the need and right of every individual around us. So next is computer crimes. It can be defined as an act of using a computer to commit an illegal act, targeting a computer while committing an offense, and using a computer to commit an offense, example stealing credit card numbers from a company database, etc. Using computers to support criminal activity, drug dealers using computers to store records of illegal transactions. So there are a lot of computer crimes are happening in around us. So the specific problem with all computer crimes is they are using electronic network, electronic databases for capturing or getting the informations of the valuable informations from secrecy of any organization or from government. So what is the impact on organization in computer crimes? Like if they are dealing with virus or a PC theft, so there are computer related crimes are increasing day by day. സോ നമുക്കറിയാം നമ്മുടെ ചുറ്റിനും ടെലികമ്മ്യൂണിക്കേഷൻ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി വരെ നമ്മളത് കൺട്രോൾ ചെയ്താൽ പോലും വേംസ്, വൈറസ്, പല രീതിയിലുള്ള കമ്പ്യൂട്ടർ ക്രൈമുകളുണ്ട്. അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ ക്രൈംസിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. സോ ഇത് നമുക്ക് നമ്മുടെ നിയമവശങ്ങൾ വെച്ച് അവയെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പരിധി വരെ പറ്റിയിട്ടുണ്ട്. So there are so many types of computer crimes like carding, cloning, phreaking, salami slicing, data diddling, etc. And also spoofing, dumpster driving, social engineering, piggybacking, or shoulder surfing. What is hacking and cracking? Hackers is a term to describe unauthorized access to computers based entirely on a curiosity to learn as much as possible about computers. It was originally used to describe MIT students in the 1960s who gained access to mainframes. It was later used universally for gaining unauthorized access for any reason. നമ്മൾ ചുറ്റിനും ഏതെങ്കിലും ഒരു നല്ല കാര്യം എപ്പോഴോ ചെയ്തതായിരിക്കും പിന്നീട് അത് ഒരു ബാഡ് എഫക്റ്റിലോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു ഉദാഹരണമാണ് ഈ ഹാക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്. Then what about crackers? It is a term to describe those who break into computer system with the intention of doing damage or committing crimes. ഹാക്കേഴ്സ് ഇൻഫർമേഷൻസ് ചോർത്തുകയാണെങ്കിൽ ക്രാക്കേഴ്സിൻ്റെ ഉദ്ദേശം ഇത്രയാണ്, അവിടെയുള്ള ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ കമ്പ്യൂട്ടറിലുള്ള ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ, വാല്യൂബിൾ ഇൻഫർമേഷൻ ഡാമേജ് ചെയ്യുക. സോ ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബിക്കോസ് ഓഫ് പ്രൊട്ടസ്റ്റ് ബൈ ട്രൂ ഹാക്കേഴ്സ്. മേ ബി ഹാക്കേഴ്സിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ നിലപാടിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിരിക്കും ഈ ക്രാക്കിംഗ് ആയി മാറുക.
Next, software piracy, which means the practice of buying one copy and making multiple copies for personal and commercial use or for resale is illegal in most countries, while others offer weak or non-existent protection. ജസ്റ്റ് ഒരു കോപ്പിയിൽ നിന്നും ഒരുപാട് കോപ്പികൾ റീസെയിൽ ചെയ്തോ അല്ലെങ്കിൽ വേറൊരു കൺട്രിക്ക് മറിച്ച് വിറ്റോ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതാണ് സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് virus. Virus are the programs who disrupt the normal functioning of a computer system through harmless pranks or by destroying the files on the infected computer. So they come in several types like boot sector, file infector, combination of both sector and file infector, then attachment. So these all types which involve creating some problems in a hard disk or floppy disk or any documents or affecting the most valuable attachment used in the organization. Next is worms. These are the destructive codes which also replicate and spread through network computers but to damage by clogging up memory to slow the computer versus ഡിസ്ട്രോയിങ് ഫയൽസ്. അത് കമ്പ്യൂട്ടറിനെ മെമ്മറീനെ സ്ലോ ചെയ്യുന്നു അല്ലെങ്കിൽ ഫയൽസ് ഡിസ്ട്രോയ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് ഡാമേജ് ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ആവശ്യമില്ലാതെ നമ്മുടെ ഡേറ്റേനെ ചോർത്തിയെടുക്കുന്നതാണ് വേംസ് എന്ന് പറയുന്നത്. Trojan horses are the programs which do not replicate but can do damage as they run hidden programs on the infected computer that appears to be running normally. So there are two types of logic or time bombs. What is time bombs? There are variation of a Trojan horse that also do not replicate and are hidden, but they are designed to lie in wait for a triggering operation. Time bombs which are set off by dates, then logic bombs are set off by certain operations. The next is cyber war and cyber terrorism. What is cyber war? Cyber war is an organized attempt by a country's military to disrupt or destroy the information and communication system of another country. So ഇതൊക്കെ നമ്മുടെ കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സോ നമുക്കിത് മിക്കതും അറിയാവുന്ന കാര്യങ്ങളാണ്. വാട്ട് ഈസ് സൈബർ വോർ? ദ കോമൺ ടാർഗറ്റ് may be command and control system, intelligence collection, information processing, tactical communication systems, smart weapon system. So basically cyber war is an organized attempt by a country military to destroy the informations of another country. What is cyber terrorism? It is carried out through the use of computer and networking technologies against persons or property to intimidate or coerce governments, civilians, and any segment of society in order to attain political, religion, or ideological goals. So the responses to the threat, which include the improved intelligence gathering technique, improved cross government cooperation, providing incentives for industry, security, investment, etc. What all are the ethical principles and dilemma of information and communication technology? The first one is globalization. Globalization has been given a practical shape by ICT developments, and cyberspace has brought the word community closer for interaction. And also ICT has made possible for the first time in history a genuinely global conversation about ethics and human values. So such conversations has implications for social policy that we can only begin to imagine. Thus the traditional borders and the barriers between countries have now become less meaningful because most countries are interconnected by the internet. And also
the individuals, companies, organizations in every culture, they are engaged in global business transaction, distance education, cyber employment, discussion of social and political issues, sharing and debating values and perspectives. So globalization is considered as the global conversion will bring about the better understanding between people and culture. Next is human relationship. Of course, not all social or ethical issues which arise from ICT depends upon global scope. നമുക്ക് ഒരു ഓവറോൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫാമിലി റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. So there is a impact of ICT on human relationship. So നമുക്ക് ത്രൂ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടേഴ്സ്, ടെലികമ്മ്യൂണിറ്റി ടു വർക്ക് ആൻഡ് സ്കൂൾ, വെർച്വൽ കോൺഫറൻസിങ്. സോ നമ്മുടെ ലൈഫിലെ ക്വാളിറ്റി ടൈം, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. Next is social justice. As more of society's activities and opportunities enter cyberspace, like business opportunities, educational opportunities, medical services, employment, leisure time activities, and so on. So it will become harder and harder for ICT to share the benefit and opportunities of society. But also the society justice requires the development in society policies, practices to more fully include people who are in past or had limited access to ICT resources, like the woman, poor, old man, rural residents, person with disabilities, etc. Next is work and workplace are being dramatically transformed by ICT. More flexibility and choices are possible through what internet. Next is government and the democracy. So ICT has the potential to significantly change the relationship between individual citizens and governments, like local, regional and national. So ഗവൺമെൻറ്റിൻ്റെ പല ആക്ടിവിറ്റീസും ലൈക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ്, പിന്നെ ഈ മെയിൽഡ് മെസ്സേജസ് ടു ലെജിസ്ലേറ്റേഴ്സ് ആൻഡ് മിനിസ്റ്റേഴ്സ്, ആൻഡ് ഓൾസോ ഇറ്റ് കുഡ് ഗീവ് സിറ്റിസൺസ് മോർ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ടൈംലി ഇൻപുട്ട് ഇൻ ടു ഗവൺമെൻറ് ഡിസിഷൻ ആൻഡ് ലോ മേക്കിംഗ്. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു അവസരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് ഓണർഷിപ്പ്. നമ്മുടെ ഒരു പൊസിഷൻ, നമ്മളുടെ ഒരു ഇൻഫോർമേഷൻ, നമ്മളുടെ ഒരു സെക്യൂരിറ്റിയിൽ മേലുള്ള ഇൻഫോർമേഷൻ മേലുള്ള സെക്യൂരിറ്റി, നമ്മുടെ വെൽത്ത് മേൽ, പവറിന്മേൽ ഉള്ള ഒരു കൺട്രോൾ ഓഫ് ഇൻഫർമേഷൻ്റെ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ, ലൈക്ക് ഡിജിറ്റലൈസ്ഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഒരു സോഫ്റ്റ്വെയർ ആയിട്ട്, ഡേറ്റാബേസ്, മ്യൂസിക്, വീഡിയോ, എഡ്യൂക്കേഷണൽ റിസോഴ്സസിലെല്ലാം നമ്മുടെ അസറ്റിൽ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് ഓണർഷിപ്പ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് വഴി ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. What is responsibility, accountability and liability? Responsibility is an individual accepting the potential cost and duties and obligations for decisions they make. Accountability means mechanisms in social institutions to determine who is responsible and accessing responsibilities for decisions and actions. Liability, the politically means to permit individuals to recover damages via due process. Due process ensures law are applied properly and law are not and understood with an ability to appeal to higher authorities. What is information right and act? നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ സൊസൈറ്റിയിൽ ഒരു പ്രൈവസി ആൻഡ് ഫ്രീഡം ക്രിയേറ്റ് ചെയ്യണം. അതോടൊപ്പം ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം ഹി വിൽ ബി ഏബിൾ ടു ഇംപ്ലിമെൻറ്റ് the information or the technologies in a better way. So the details given in this act, which is according to the initial right of information, which was passed in 2005. What is Right to Information Act? The Government of India in the year 2005 has enacted the Right to Information Act to provide for setting out the practical regime of right to information for citizens to secure access to information under the control of public authorities in order to promote transparency and accountability in the working of any public authority.
വിച്ച് മീൻസ് ഗവൺമെൻറ് ഇറക്കിയ ഈ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഇൻഫർമേഷൻ ആക്ടിൽ ഇൻവോൾവ് ചെയ്യുന്ന നിയമങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഒരു സിറ്റിസണിന് അവരുടെ ഇൻഫർമേഷനെ സെക്യൂർ ചെയ്യാനുള്ള അവകാശമുണ്ട്. വാട്ട് അബൌട്ട് ദ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ? It came into force in 12th October 2005. Some provisions have come into force with immediate effect, like obligations of public authorities, resignation of public information officers and assistant public information officers, constitution of Central Information Commission. So a lot of things were implemented, and ത്രൂ ഔട്ട് ഈ പ്രൊവിഷൻസ് എല്ലാം തന്നെ പ്രോപ്പർ വേയിൽ യൂസ് ചെയ്യാനുള്ള രീതിയിൽ അത് നിലവിൽ വരികയും ചെയ്തു. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ഒരു ആക്റ്റും ജമ്മു ആൻഡ് കാശ്മീരിൽ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ നമുക്കറിയാം, നമുക്കിപ്പം പറയാൻ പറ്റും, ദിസ് ആക്ട് ഈസ് എക്സ്റ്റെൻഡഡ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ. നമുക്കറിയാം പല രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസും പല രീതിയിലുള്ള കമ്മീഷനും ഈ ആക്ട് പ്രകാരം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ വരെ നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ വരെ എല്ലാ ലോയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷെ നമുക്കിപ്പോൾ പറയാൻ പറ്റും, ദ ആക്ട് ഈസ് എക്സ്റ്റെൻഡ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ. എല്ലായിടത്തും ഈ ഇൻഫർമേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആകുന്നതാണ്. Then information means any material in form of any form including record, documents, memos, email, opinion, advice, press release, circulars, etc. Held in any electronic form and information relating to any private body which can be accessed by the public authority under any other law for the time being in force but does not include file noting. Right to information, which includes right to inspect work and document records, take note, extracts and certified copies of documents or record, take certified samples of material, obtain information in the form of printout, diskettes, floppies, tapes, etc., or in any other electronic mode or through printouts. What are the obligations of public authority? There are a lot of reasons or things should follow by the public authority, like the particulars of its organization, function and duty, the powers and duties, the norms, the procedures should followed in decision making process, then the rules and regulations, instructions, manuals, records used by employees for discharging the function, the directory, the statement of the categories. A lot of things should be followed, or the officers and their obligations should follow these kind of right or things to enact the IT Act implement in the organization. What do you mean by public information officers? Before that, what does a public authority mean? Public authority എന്ന് പറയുന്ന ആരാണ്? It means any authority or body or institution of self-government established or constituted. ഇൻഫർമേഷൻ ആക്ട് പ്രകാരം സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് പ്രകാരം പറയുന്നു, ഏതെങ്കിലും ഒരു അതോറിറ്റി, സം ബോഡി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റോട് കൂടി നിലവിൽ വന്നത്, അത് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, അണ്ടർ ദി ലോ മെയ്ഡ് ബൈ ദി പാർലമെൻറ്റിൽ ഫോളോ ചെയ്തിരിക്കണം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ് പറഞ്ഞിരിക്കുന്ന ലോ അല്ലെങ്കിൽ ഫോളോ ചെയ്തിരിക്കണം. അതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ലോസ് നോട്ടിഫിക്കേഷൻസ് ഫോളോ ചെയ്തിട്ടുള്ളതായിരിക്കണം. അതാണ് പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത്. സോ ഹു ഈസ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ? The officers designated by the public authorities in all administrative duties or officers. പബ്ലിക് അതോറിറ്റിയുടെ എല്ലാ ഓഫീസേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി നിയമിതരായിരിക്കുന്നവർ ഓഫീസേഴ്സിനെയാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അവരെന്താണ് ചെയ്യുക? ദേ പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ സിറ്റിസൺ റിക്വസ്റ്റിംഗ് ഫോർ ഇൻഫർമേഷൻ അണ്ടർ ദി ആക്ട്. So any officer whose assistance has been sought by the PIO for the proper discharge of his or her duties shall render all assistance and for the purpose of contraventions at the provision of this act. So what are the duties of public information officers?
They deal with the request from persons seeking information, and where the request cannot be made in writing, render reasonable assistance to the person to produce the same in writing. Then also, the information requested for is held by or its subject matter is closely connected with the function of another public authority. And also, PIO may seek the assistance of any officers for the proper discharge of his or her duties. On receipt of a request, shall expeditiously as possible, and in any case within 30 days of receipt of the request, either provide information on payment of such fee as may be prescribed, or reject the request for any of the reasons specified in section 8 or section 9. ലൈക്ക് നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ട് റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് 30 ദിവസത്തിനുള്ളിൽ അത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഫോളോ ചെയ്ത് സെക്ഷൻ 8-9 പ്രകാരം ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് എന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കണം. The very important portion is intellectual property and right. Intellectual property rights are the right given to persons over the creation of their mind. ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ ക്രിയേഷന് കൊടുക്കുന്ന അവകാശങ്ങളാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. ദേ യൂഷ്വലി ഗീവ് ദ ക്രിയേറ്റർ ആൻഡ് എക്സ്ക്ലൂസീവ് റൈറ്റ് ഓവർ ദി യൂസ് ഓഫ് ക്രിയേഷൻ ഫോർ എ സർട്ടൺ പീരീഡ് ഓഫ് ടൈം. ഇന്ന സമയം വരെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള അവകാശം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ കാറ്റഗറി ഓഫ് പ്രോപ്പർട്ടി ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻടാഞ്ചിബിൾ ക്രിയേഷൻ ഓഫ് ദി ഹ്യൂമൻ intellect. There are many types of intellectual property, and some countries recognize more than others. The most well-known types are copyrights, patents, trademark and trade secrets, etc. So, what is copyright? കോപ്പിറൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒറിജിനൽ വർക്ക്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ആ ഒറിജിനൽ വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറൊരു അൺഓതറൈസ്ഡ് പ്രൊഡക്ഷനോ ഡിസ്ട്രിബ്യൂഷനോ പെർഫോമൻസോ ഉണ്ടാവാതിരിക്കാൻ കോപ്പിറൈറ്റ്സ് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ഒരു രീതിയിലും നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകാതിരിക്കാൻ കോപ്പിറൈറ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ഇലക്ട്രോണിക് ഫയൽസ്. കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റ എന്ന് പറയുന്നത് ഒരിക്കലും ആ ഐഡിയ അല്ലെങ്കിൽ ആ പ്രൊസീജിയർ മെത്തേഡ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു പോകത്തില്ല. അത് എന്നും എക്കാലം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും. സോ ദ റിമെമ്പർ കംപ്ലീറ്റ് ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് നൗ. സോ ദ വർക്ക്സ് ആർ സബ്ജെക്റ്റ് ടു ദ ലോ ഓഫ് ഇൻഡിവിജ്വൽ ടു പ്രൊട്ടക്റ്റ് ദാറ്റ് പർട്ടിക്കുലർ concept or that particular innovation. Copyright, it is applied to both published and unpublished work, and also a copyright notice is not required for copyright protection. The only way copyright can be invalid is by explicit announcement by the author that copyright protection are waived. അതായത് ഒരാൾ പറയാണ് ഇതിന് എനിക്ക് മാത്രമായിട്ടുള്ളതല്ല എന്ന് മാത്രം പറഞ്ഞാൽ മാത്രമാണ് അത് ഇൻവാലിഡ് ആയിട്ട് മാറുകയുള്ളൂ. Then these all about copyright points. Before concluding, I want to share some law for work created on a network. So the principles of copyright law apply easily to work not created in the electronic file, right? So the law applies in sometimes very surprising way. The users should think about copyright before distributing work created by another person. Like for example, email is protected by copyright. Emails ഒക്കെ ഒരു പരിധിവരെ ഇൻഫോർമേഷൻസ്, ഇമെയിൽ വഴിയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ടൻറ്റുകളൊന്നും തന്നെ ഈവൻ വല്ല സ്പാമേഴ്സ്, ഹാക്കിങ് അങ്ങനത്തെ രീതിയിലുള്ള കമ്പ്യൂട്ടർ ക്രൈം വന്നാൽ അത് അഫക്റ്റഡ് ആവത്തുള്ളൂ. അല്ലാതെ ലോ പ്രകാരം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും പ്രൊട്ടക്റ്റഡ് ആണ്. നെക്സ്റ്റ് ഈസ് യൂസ്നെറ്റ്. Usenet, it is the postings may also be protected. Like
ചില ആർട്ടിക്കിൾസും ജേർണൽസൊക്കെ നമുക്ക് റീഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈവൻ അത് നമുക്ക് ചിലപ്പോൾ പ്രിൻ്റ് ഔട്ട്, ചില PDF-കളൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ പോലും നമുക്കതിനകത്ത് എഡിറ്റ് ചെയ്യാനോ അതിൽ ഒരു പരിധി വരെ, ഇപ്പം കോപ്പി പേസ്റ്റിംഗ് ഒക്കെ പറ്റുമെങ്കിലും ഒരു പരിധി വരെ നമുക്ക് കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തെങ്കിലും ആർട്ടിക്കിൾസൊക്കെ റീഡ് ചെയ്യണം, നമുക്കത് പ്രിൻ്റ് ഔട്ട് എടുക്കാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ ഒന്നും സാധിക്കത്തില്ല. Next is computer programs, which might appear to be ideas, procedures, systems or devices may be registered as literary work under the law and therefore receive copyright protection. ഒരു പർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വൽ ക്രിയേറ്റ് ചെയ്ത ഐഡിയ, പ്രൊസീജിയർ, സിസ്റ്റം അല്ലെങ്കിൽ ഡിവൈസസ് എന്ന് പറയുന്നത് ലീഗലി കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ കൊടുത്ത് ആ പർട്ടിക്കുലർ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ള, മേ ബി ഒരു സോഫ്റ്റ്വെയർ ആകാം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ നിയമപ്രകാരമുള്ള ഈ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ബ്രാൻഡുകളെയൊക്കെ ഒരു കമ്പനിയുടെ ബ്രാൻഡിനെയൊക്കെ സൂക്ഷിക്കാൻ ട്രേഡ് മാർക്കുകളാണ് യൂസ് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യാനൊക്കെ ആയിട്ട്. സോ ആ രീതിയിൽ പല രീതിയിലുള്ള നിയമവശങ്ങളോടുകൂടി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ ഇൻഫ്ലുവൻസ് നല്ല രീതിയിലുണ്ട്. ആ നിയമങ്ങളും ഫോളോ ചെയ്യുക. സോഷ്യൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരോ നെറ്റ്വർക്ക് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നവരോ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുമാണ്. അതോടൊപ്പം തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത് പ്രോപ്പർ വേയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ റെസ്പോൺസിബിലിറ്റി റിലേറ്റിംഗ് ടു ദെയർ ബിസിനസ് പ്രോസസ് അത് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ആൻഡ് മോറൽ ആസ്പെക്റ്റ് ഫോളോ ചെയ്തുകൊണ്ടുമായിരിക്കണം. സോ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പ്രോപ്പർ വേയിൽ, അതിൻ്റെ ഡെവലപ്മെൻറ്റും ചേഞ്ചസും പ്രോപ്പർ വേയിൽ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. And also since developments, changes relating to information system are quite rapid, and it is advisable to keep studying the professional subject in a good manner. Okay, thank you.